ക്രിസ്മസ് വരെയല്ലേ, എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന രീതിയിൽ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ? ആൽക്കഹോളിലല്ലാതെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പ്ലം കേക്കാണിത്. ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്ന പ്ലം കേക്കാണ്. ഒരുപാട് ദിവസമൊന്നും സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു 3 ദിവസം സോക്ക് ചെയ്ത് ഉണ്ടാക്കാം. പിന്നെ അത് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം അതിനുവേണ്ടി 2 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓറഞ്ചിന്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, പുറമേ ഉള്ള ആ ഒരു ഓറഞ്ച് കളറിൽ അത് മാത്രമേ ഗ്രേറ്റ് ചെയ്തെടുക്കാവുള്ളൂ. ഉള്ളിലത്തെ വൈറ്റ് പോർഷൻ ഗ്രേറ്റ് ചെയ്യരുത്, അപ്പോൾ അതിനൊരു കയ്പ്പ് രസം വരുമേ. ഇപ്പം 2 ഓറഞ്ച് ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോൾ ഇത്ര കിട്ടിയിട്ടുണ്ട്, ഇത് മതി. ഇനി നമുക്കിതിൻ്റെ തൊലി പൊളിച്ച് അതിൻ്റെ ജ്യൂസ് അങ്ങ് പിഴിഞ്ഞെടുക്കാം. മിക്സിയിലിട്ട് അടിക്കേണ്ട, അതിൻ്റെ കുരു അടിഞ്ഞു പോവും. ജ്യൂസറിലൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം അത് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് അതിൻ്റെ ബാക്കിയുള്ള ഈ പൾപ്പിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് കലക്കി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മൊത്തത്തിൽ 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഉണ്ടായാൽ മതി. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മെഷറിംഗ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഒരു ഗ്ലാസും സ്പൂണും എടുത്തിരുന്നാൽ മതി. അതിൻ്റെ അളവുകളൊക്കെ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം കാണിക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലി അതിട്ട് കൊടുക്കാം. ഇത് നമുക്ക് എടുക്കേണ്ടത് കറുത്ത മുന്തിരിയാണ്. ഒരു 1/2 കപ്പ് കറുത്ത മുന്തിരി എടുക്കുന്നുണ്ട്. കുരു ഇല്ലാത്ത കറുത്ത മുന്തിരി എടുക്കണേ. കറുത്ത മുന്തിരിക്ക് കുറച്ച് വില കൂടുതലാണ്, അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കിസ്മിസ് ആയാലും മതി. എന്നാലും ആ ഒരു ഒത്തൻറ്റിക് പ്ലം കേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കറുത്ത മുന്തിരി തന്നെ എടുക്കണേ. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കിസ്മിസും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഓറഞ്ച് ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ടൂട്ടി ഫ്രൂട്ടിയൊക്കെ എല്ലാ കടകളിലും കിട്ടും, പ്രത്യേകിച്ച് ക്രിസ്മസ് ഒക്കെ ആവുന്ന സമയത്ത്. പിന്നെ ഒരു 4 ഡേറ്റ്സ് എടുക്കുന്നുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പം മെയിനായിട്ട് ഈ 3 ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. നട്ട്സ് ഇതിൻ്റെ കൂടെ ഇടണ്ട. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അതിപ്പം അത്യാവശ്യം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വറ്റിക്കോട്ടെ. ആ സമയത്ത് നമുക്ക് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ തിളപ്പിച്ച് ആറിയ വെള്ളമാണ് ചെറു ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 നുള്ള് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പഞ്ചസാര നമുക്ക് ഇളക്കി നന്നായിട്ടൊന്ന് മെൽറ്റാക്കി കൊടുക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് ഈസ്റ്റാണ്. ആരും ചെയ്യാത്തൊരു കാര്യമാണ്. വലിയ തരിയുള്ളല്ല, ചെറിയ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ലേ, അതിപ്പോൾ എല്ലായിടത്തും കിട്ടുമല്ലോ, അത് മതി. അത് നമ്മൾ എടുക്കുന്നത് 1/4 ടീസ്പൂണിൻ്റെ പകുതിയുടെയും പകുതിയാണ് കേട്ടോ. അതായത് 1/4 ടീസ്പൂണിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 1/8 ആണ്. അതിൻ്റെയും പകുതി എന്ന് പറയുമ്പം 1/16 ആണ്. ഏകദേശം ഒരു 2 നുള്ളൊക്കെ ഉണ്ടാവും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ തരികൾ കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് പൊങ്ങി വരട്ടെ. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് മാത്രം അതിൽ സിറപ്പുണ്ട്, അതവിടെ ഇരുന്നോട്ടെ. തണുത്ത് കഴിയുമ്പോൾ അതും കൂടെ വറ്റിക്കോളും, അത് മതി. അപ്പോൾ ഈസ്റ്റ് നന്നായിട്ട് ഇതാ പൊങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നല്ല ഈസ്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇത് എടുക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതാ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് വറ്റി നല്ല കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഈസ്റ്റിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഫെർമെൻറ്റ് ചെയ്യാനാണ് ഈസ്റ്റ് ചേർക്കുന്നത്. എല്ലായിടത്തും എത്തത്തക്ക വിധത്തിൽ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഈ പാത്രത്തിൽ തന്നെ വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ജാറിലേക്ക്, ഗ്ലാസിൻ്റെ ജാറിലേക്ക് മറ്റോ ഇട്ട് വെക്കാം. നമ്മൾ സോക്ക് ചെയ്യാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എപ്പോഴും സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത് ഗ്ലാസിൻ്റെ ജാറിലാണ്. അത്രയ്ക്ക് നിർബന്ധമില്ല. ഇനി ഈ സ്റ്റീൽ പാത്രത്തിൽ തന്നെ അടച്ചു വെച്ചിരുന്നാലും മതി. 3 ദിവസമല്ലേ നമ്മൾ വെക്കുന്നുള്ളൂ. അത് ഇട്ടതിന് ശേഷം എല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എല്ലാം ഒന്ന് ഒരേപോലെ ലെവലിലാക്കി വെച്ച് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നാളെ ഇത് എടുക്കാം. അപ്പം നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ 2ാമത്തെ ദിവസവും എടുത്ത് ഇളക്കി വെച്ചു. ഇതിപ്പം 3ാമത്തെ ദിവസമാണ്. ഈ 3ാമത്തെ ദിവസം നമുക്ക് എടുക്കാം. ഇപ്പം ഞാൻ എടുക്കുന്നത്, ഇപ്പോൾ വൈകുന്നേരം ഞാൻ 5 മണിക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസവും വൈകുന്നേരം 5 മണിക്ക്, അതിൻ്റെ പിറ്റേ ദിവസവും 5 മണിക്കാണ് എടുത്തത്. ഇനി നമുക്കിതെടുത്ത് വെച്ച് കേക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് വേണ്ടത് ഗ്രാമ്പുവാണ്. ഞാൻ കുറച്ച് ഗ്രാമ്പു എടുത്ത് ഒന്ന് പൊടിച്ച് വെക്കുന്നുണ്ട്. ക്രിസ്മസ് ഒക്കെ ആവാനാവുന്ന സമയത്ത് ഇതുപോലെ പൊടിച്ച് വെക്കോട്ടെ. അപ്പോൾ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കുറേശ്ശെ എടുത്ത് ഇട്ടിരുന്നാൽ മതിയല്ലോ. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അലൂമിനിയം പാത്രമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. കാരമലൈസ് ചെയ്യുമ്പം ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് സൈഡിലൊക്കെ കണ്ട് ഡാർക്ക് കളറായി വരുന്ന സമയത്ത് പതുക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ സൈഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും, നടുഭാഗം ആവാതിരിക്കും. ഇനി ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അത് നന്നായിട്ട് മെൽറ്റായിട്ട് വരട്ടെ.
ഇപ്പോൾ നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. ഇതുപോലെ ഇതിലും കുറച്ചും കൂടെ ഡാർക്ക് ആവണം. പിന്നെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. ഇതുപോലെ പത ചുറ്റിനും ഇങ്ങനെ വന്ന് അത് നടുവ് വരെ എത്തും. അപ്പോഴത്തേക്കും നല്ലപോലെ കുറച്ചൊരു നല്ലപോലെ ഡാർക്ക് കളറായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് ഡാർക്ക് കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നോർമൽ വാട്ടറാണ് ഒഴിക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും എല്ലാം കൂടെ കുറച്ച് കട്ട കെട്ടിയ പോലെ ഉണ്ടാവും. അത് കുറഞ്ഞ തീയിൽ അവിടെ വെച്ചിരുന്നാൽ പെട്ടെന്ന് അതങ്ങ് മെൽട്ടായിക്കോളും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ പ്ലം കേക്ക് ഉണ്ടാക്കണമെന്ന് കുറേ ആയി വിചാരിക്കുന്നു. കഴിഞ്ഞ വർഷം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു രീതിയല്ല, കുറച്ചൊരു ഡിഫറെൻ്റ് ഒരു മെത്തേഡ് തന്നെയായിരുന്നു. പക്ഷേ അതെനിക്ക് സക്സസ് ആയില്ല, ശരിയായില്ല ടേസ്റ്റൊന്നും. പിന്നെ ഞാൻ അതവിടെ ഡ്രോപ്പ് ചെയ്തു. ഈ വർഷം വീണ്ടും ട്രൈ ചെയ്തു. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കുകയാണ്. ആരും ചെയ്തിട്ടുണ്ടാവില്ല ഈ ഒരു രീതിയിൽ അല്ലേ? കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? സോക്ക് ചെയ്തുണ്ടാക്കുന്ന പ്ലം കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആൽക്കഹോളൊന്നും എല്ലാവരും കഴിക്കുകയൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാനും പറ്റില്ല. എന്നാൽ ഈ ഒരു കേക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പോൾ ഇത് മതി. എല്ലാം നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. കുറച്ച് നല്ല തിക്കായിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു വെച്ച് കൊടുക്കാം. അവിടെ ഇരുന്നൊന്ന് തണുത്ത് വരട്ടെ. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പ് ചൂടാക്കാനായിട്ട് വെക്കാം. സാധാരണ അലൂമിനിയം പാത്രമാണ്. നമ്മുടെ തിരികെ പോലത്തെ ഒരു റിങ് ഉണ്ട്, അത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു അടപ്പ് വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം. കുക്കറാണെങ്കിൽ കുക്കർ എടുക്കാം. സാധാരണ ഒരു അടപ്പ് എടുത്തിരുന്നാൽ മതി. ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ചൂടാക്കിയെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട ഇട്ട് നന്നായിട്ട് അങ്ങ് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഒക്കെ എല്ലാ കടകളിലും കിട്ടും. അതോടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇല്ലെങ്കിൽ മുട്ടയുടെ ഒരു സ്മെല്ലുണ്ടാവും. പിന്നെ നാടൻ മുട്ട എടുക്കണ്ട. അതുപോലെ മുട്ട എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. ഈ മിക്സിയിലൊന്നും ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഇല്ലാതിരിക്കാനും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്നുകൂടെ 1 മിനിറ്റ് നല്ല ഹൈ സ്പീഡിലിട്ട് തന്നെ അങ്ങ് അടിച്ചെടുക്കാം. അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്ത് ചൂടില്ലാതെ ചേർത്ത് കൊടുത്താൽ മതി. അതും എല്ലാം കൂടെ അടിച്ചെടുത്ത് നമുക്ക് ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചേർത്ത് ഒരുപാട് സമയം അങ്ങ് അടിക്കേണ്ട. ഒരു 30 സെക്കൻഡൊക്കെ ലോ സ്പീഡിലിട്ട് അങ്ങ് അടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് നല്ല മണം കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനും. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓറഞ്ച് സെസ്റ്റാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചതാണ്. ഇതിൻ്റെ ഒരു വീഡിയോ മുമ്പേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിക്കൂസ് ഡൈൻ ഓറഞ്ച് സെസ്റ്റ് എന്നൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. എളുപ്പത്തിലുണ്ടാക്കാം, നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല. നമ്മൾ ഓൾറെഡി ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ ഇതുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റായി ഇതിങ്ങനെ കടിക്കാനായിട്ട് കിട്ടുമ്പോൾ. ഇനി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക്. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷമേ ഒഴിക്കാവുള്ളൂ. നമ്മളെപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പം എടുക്കുന്ന ഇൻഗ്രീഡിയൻസിനൊക്കെ ഒരേ ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ചൂട് കൂടുതലുള്ളതും തണുപ്പുള്ളതും അങ്ങനെ ഒഴിക്കരുത്. പിന്നെ ഈ സിറപ്പ് എടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. കുറച്ച് വെള്ളം തിളപ്പിച്ചൊഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ മതി. ഒരുപാട് വെള്ളമായി പോകരുത് കേട്ടോ. കാരണം പ്ലം കേക്കിൻ്റെ ബാറ്റർ ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. മാക്സിമം തിക്കാക്കി എടുക്കാം. അതൊഴിച്ചതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ഗ്രാമ്പു പൊടിച്ചത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഗ്രാമ്പു പൊടിച്ചതെന്ന് പറയുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിട്ടില്ല കേട്ടോ. ചെറിയ തരിതരാന്നാണ് ഉള്ളത്. കുഴപ്പമൊന്നുമില്ല. എന്നാലും കഴിയുന്നത്ര ഫൈനായിട്ട് പൊടിക്കുകയാണ് നല്ലത്. അതും മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കൊരു അരിപ്പ വെച്ച് അതിലേക്ക് 1 കപ്പ് മൈദ ലെവലാക്കി എടുത്തിട്ട് കൊടുക്കണേ. അമർത്തി കുത്തി നിറച്ച് വെക്കരുത്. ജസ്റ്റ് വെറുതെ കപ്പിലേക്ക് ഇട്ട് നിറച്ചാൽ മതി. മെഷറിംഗ് കപ്പും സ്പൂണും ഇല്ലാന്നുണ്ടെങ്കിൽ വീഡിയോയുടെ അവസാനം കാണണേ. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങ് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുമേ. ഇത് മുഴുവൻ എടുത്തിടുന്നതിന് മുമ്പേ കുറച്ച് പൊടിയെടുത്ത് നമുക്ക് ഒരു കപ്പിലേക്ക് മാറ്റി കൊടുക്കാം. 2-3 സ്പൂൺ എടുത്ത് മാറ്റിയാൽ മതി. മൊത്തം അരിച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ്, ബദാം ഇടാം. ഏത് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇടാം. ഞാനിപ്പോൾ കാഷ്യൂ നട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരു 10-12 എണ്ണമൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണ്. കഷ്ണങ്ങൾ കടിക്കാൻ പാകത്തിന് കിട്ടുന്ന തരത്തിൽ അതെല്ലാം കൂടി ഇട്ട് ഈ മൈദയിൽ ഒന്ന് മിക്സാക്കാം. അത് എല്ലാം അടിയിൽ അങ്ങ് സെറ്റിൽ ഡൗൺ ആയി പോവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതങ്ങ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ അങ്ങ് പതുക്കെ മിക്സാക്കി കൊടുക്കാം. കുത്തി ഇളക്കരുത്. പതുക്കെ ഇങ്ങനെ ഒരു സൈഡിലേക്കായിട്ട് ഇങ്ങനെ അങ്ങ് എടുത്ത് മിക്സാക്കി എടുത്താൽ മതി.
ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബാറ്റർ റെഡിയായി. ഞാൻ കേക്ക് ട്രേ റെഡിയാക്കിയില്ല, ഇത് നമുക്ക് നേരത്തെ റെഡിയാക്കി വെക്കാം കേട്ടോ. ഇതൊരു 7 ഇഞ്ച് വരുന്ന ബേക്കിംഗ് ട്രേ ആണ്. അതിലേക്ക് കുറച്ച് ഓയിൽ നേരത്തെ എടുത്തതിൻ്റെ ബാക്കി എടുത്ത് അങ്ങ് കുടഞ്ഞിട്ടിട്ടുണ്ട്. എല്ലാം ഒന്ന് തേച്ച് കൊടുക്കാം. അതിലേക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് റൗണ്ടിൽ കട്ട് ചെയ്ത് ഇറക്കി വെച്ച് ഒന്നുകൂടെ ഒന്ന് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മൈദ എടുത്ത് ഒന്ന് ഇതിലെല്ലാം തൂക്കി ഒന്ന് തട്ടി കൊടുത്താൽ മതി. നമുക്ക് ഇതുപോലത്തെ ട്രേയിലേക്ക് കുഴപ്പമില്ല കേട്ടോ, വീട്ടിലുള്ള സ്റ്റീലിൻ്റെ ചുറ്റുപാത്രം എടുത്തിരുന്നാൽ മതി. നമുക്ക് ട്രേയിലേക്ക് അങ്ങ് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊരു ഇറുക്കിലിയോ സ്ക്യൂറോ വെച്ച് ഒന്ന് ഇളക്കി ഒന്ന് ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ചൊന്ന് ആക്കി കൊടുക്കാം. അല്ലെങ്കിൽ കേക്കിൻ്റെ ഉള്ളിലൊക്കെ എയർ കയറിയിട്ട് ചെറിയ തുളകളൊക്കെ ഉണ്ടാവും ചിലപ്പം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടതല്ലേ. നമുക്ക് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരുപാടങ്ങ് ടാപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. അതിൻ്റെ മുകളിലേക്കൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരിയും ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ടൂട്ടി ഫ്രൂട്ടി വേണമെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് കേക്ക് ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. 45 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് തുറന്നു നോക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. ഇനി ഓവനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 50 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ബേക്ക് ചെയ്തെടുക്കാം. ഓവനാണെങ്കിലും പ്രീ ഹീറ്റ് ചെയ്യാൻ മറക്കല്ലേ. പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ടൈം എപ്പോഴും കൂടുതൽ വരും. അടിപൊളി, നല്ല ഭംഗിയുണ്ട്, നല്ല ഡാർക്ക് കളറായിട്ട് ഇരിപ്പുണ്ട്. സ്ക്യൂർ വെച്ച് ഒന്ന് കുത്തി നോക്കണം. ഈർക്കിലിയൊക്കെ ഉണ്ട്, അതെടുത്താലും മതി. ഇതിൻ്റെ മുകളിലൊന്നും പറ്റിപ്പിടിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ കേക്ക് പുറത്തേക്ക് എടുക്കാവുള്ളൂ. മൊത്തം 50 മിനിറ്റാണ് ആയിട്ടുള്ളത്. നല്ല കേക്കിൻ്റെ മണമാണ്, ഒരു രക്ഷയില്ല. വീട് മുഴുവനും കേക്കിൻ്റെ മണമാണ്. അത് ആ പ്ലം കേക്കിൻ്റെ മണം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മണമല്ലേ. ഇതിനെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമ്മുടെ ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമുക്കൊന്ന് കട്ട് ചെയ്യാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. സോഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സ്പോഞ്ച് കേക്ക് പോലത്തെ സോഫ്റ്റ് അല്ല, തിക്കായിട്ടുള്ള പാക്കായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഒരേപോലെ എല്ലായിടത്തും ഉണ്ട്. അടിഭാഗത്തൊന്നും താണു പോയി കിടപ്പില്ല. ഞാൻ മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക്. കണ്ടോ, നല്ല മണം കേട്ടോ, ഒരു രക്ഷയില്ല. ഈ മണം കൊണ്ടൊരു രക്ഷയില്ല ഇവിടെ. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. കഴിക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റുണ്ട്. ഇത്രയും ടേസ്റ്റുള്ള ഒരു പ്ലം കേക്ക് കഴിച്ചിട്ടുണ്ടാവില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മൾ ശരിക്കും സോക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്ലം കേക്കിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഒരു ചെറിയൊരു കുത്തലും. ഒരുപാട് നമ്മളിപ്പം ഒരു വർഷമൊക്കെ സോക്ക് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന അത്രയും ഉണ്ടെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ, അതിൻ്റെ വേറെയാണ്. എന്നാലും കുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കേക്കാണ്. ഒത്തിരി അങ്ങ് കുത്തലില്ല, എന്നാൽ നേരത്തെ ഒരു കുത്തലുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും എല്ലാവരും ഉണ്ടാക്കും. ഇതിനു മുമ്പ് ഒരുപാട് പ്ലം കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ, എല്ലാം നല്ലത് തന്നെയാണ്. എന്നാലും ഇതിനൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. ഇപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 750 ഗ്രാമാണ്, 3/4 കിലോ വരുന്ന കേക്കാണ്. ഈ ഒരു കേക്കിന് നമുക്ക് ഒരു 400-450 രൂപയൊക്കെ വാങ്ങിക്കാം. പിന്നെ അത് റേറ്റൊക്കെ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് വരും. വളരെ കുറഞ്ഞ ചിലവിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഉണ്ടാക്കാം. ഇനി മെഷറിംഗ് കപ്പും സ്പൂണും ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു വീട്ടിലുള്ള സാധാരണ ഇതുപോലത്തെ സ്റ്റീൽ ഗ്ലാസും സ്പൂണും എടുത്തിരുന്നാൽ മതി. സ്റ്റീൽ ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൻ്റെ അളവ് പറയാം. ഉള്ളിൽ നിന്ന് ഇങ്ങനെ അളക്കുന്ന സമയത്ത് 8.5 സെൻറ്റിമീറ്റർ നീളമുണ്ട്. ഇതുവരെയാണ് കേട്ടോ അളന്നിട്ടുള്ളൂ. വീതി എന്ന് പറയുമ്പം 7 സെൻറ്റിമീറ്റർ. ഇപ്പോൾ സാധാരണ നമ്മുടെ താഴ്ഭാഗം മെലിഞ്ഞ മുകളിലേക്ക് വീതിയുള്ള ടൈപ്പ് ഗ്ലാസ് ഇല്ലേ, അതാണ്. ഇനി കുറച്ച് വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരികയാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മൾ സ്പൂൺ എടുക്കുമ്പം ചെറിയ സ്പൂണ്, നമ്മളെ കയ്യിലുള്ള ടീസ്പൂണാണിത്. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ നീളവും ഒരു 3.5 സെൻറ്റിമീറ്ററൊക്കെ വീതിയുണ്ട്. അതേപോലെ ഇത് ടേബിൾ സ്പൂൺ എടുക്കാൻ പറയുന്ന വലിയ സ്പൂണില്ലേ, അതാണത്. അതിൻ്റെ നീളം എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ നീളവും 4.5 സെൻറ്റിമീറ്റർ വീതിയുമാണ്. പിന്നെ സ്പൂണ്, ടേബിൾ സ്പൂണ്, ടീസ്പൂൺ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇത് കൂമ്പാരം പോലെ ഒന്നും എടുക്കരുത്, നല്ല ലെവലാക്കി വേണം എടുക്കാനായിട്ട്. ഇപ്പം ബേക്കിംഗ് പൗഡറൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് കൈകൊണ്ട് ഇങ്ങനെ തട്ടിയിട്ട് കൊടുക്കുക. അപ്പം ഇങ്ങനെ നല്ല ലെവലായിട്ട് വരുമല്ലോ, ആ ഒരു അളവാണ് കേട്ടോ എടുക്കേണ്ടത്. ടേബിൾ സ്പൂൺ ആണെങ്കിലും അങ്ങനെ തന്നെ എടുത്തിരുന്നാൽ മതി. അതേപോലെ കപ്പിൽ മൈദ എടുക്കുകയാണെങ്കിലും പഞ്ചസാരയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു അളവിൽ വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ മൈദ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് അമർത്തി പ്രസ് ചെയ്തത് വെറുതെ ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ലെവലിൽ അങ്ങോട്ട് ഒന്ന് തട്ടി കൊടുക്കുക. കൈ വെച്ച് പ്രസ് ചെയ്ത് കുത്തി നിറക്കുകയൊന്നും ചെയ്യരുത്. മെഷറിംഗ് കപ്പും സ്പൂണും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.